പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമ്മൾ യെസ് ഓർ നോ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിനക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ പറയണം. ഇനി നിന്നോട് ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും യെസ് എന്ന് നിങ്ങൾ മറുപടി പറയണം. യെസ് ഓർ നോ പറയരുത്. കുറച്ചു നേരം ശ്രദ്ധയോടെ ഇരിക്കാനും കുറച്ചു നേരം അശ്രദ്ധമായിട്ടിരിക്കാനും അങ്ങനെ പാടില്ല. കാരണം ഈശോ നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ടും യെസ് പറഞ്ഞ് മരിച്ച് അത് അനുസ്മരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈശോ ഇത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഈ കുർബാന സമയത്തെങ്കിലും മനസ്സോടുകൂടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക. കർത്താവ്, ഞാൻ കൂടെ ഉണ്ട് കർത്താവേ എന്നൊന്ന് മനസ്സിൽ പറയാവോ? കർത്താവേ, ഞാൻ ഈ 1 മണിക്കൂർ സമയം അങ്ങയുടെ കൂടെ ഉണ്ട്. പല വിചാരം, അശ്രദ്ധ, മറ്റു പല കാര്യങ്ങൾ, മറ്റു പല ചിന്തകൾ എന്നെ അലട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നോ എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ യെസ് എന്നാണ് പറയുന്നത്. യെസ്സും നോയും ഒരുമിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ യെസ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിൽ പറഞ്ഞ്, കർത്താവെ ഞാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആ സന്നദ്ധതയെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ബലി ഭക്തിയോടുകൂടെ അർപ്പിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ
കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങേ പ്രചോദനത്താൽ ശരിയായവ മാത്രം ചിന്തിക്കാനും അങ്ങേ മാർഗനിർദ്ദേശത്താൽ അവ പ്രവർത്തിക്കാനും വേണ്ട അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരായ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്കുകൾ ഒരേ സമയം അതെ എന്നും അല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവാനോസും തിമോത്തേയോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല. എല്ലായ്പ്പോഴും അതേ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. കർത്താവേ, കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, ഞാൻ അവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിമാന നിമിത്തം ഞാൻ വായ് തുറന്ന് കിതയ്ക്കുന്നു. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങ് ചെയ്യുന്നത് പോലെ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതരാതെ കാക്കണമേ. അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലത്രേ വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിതമായിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരാവുന്ന ചില പ്രതിസന്ധികൾ, അത് ഒന്ന്, നമ്മൾ ദൈവകാര്യങ്ങളോട് നമ്മൾ ചിലപ്പോൾ മൗനം പാലിക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ഒരു നിശബ്ദതയിലേക്ക് അങ്ങനെ പോവും. ഇങ്ങനെ അതൊന്നും ചെയ്യണ്ട, അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിലും ചിലപ്പോൾ നമ്മൾ മൗനം പാലിക്കും. പിന്നെ രണ്ടാമത് വരാവുന്നൊരു പ്രതിസന്ധിയാണ്, നമ്മൾ ചിലപ്പോൾ ചില നേരം യെസ് പറയും, ദൈവത്തോട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും, ചില നേരം നമ്മൾ കൂടെ നിൽക്കില്ല. അതാണ് രണ്ടാമത്തെ ഒരു പ്രതിസന്ധി. ആദ്യത്തേത് നമ്മൾ ദൈവത്തോടൊന്നും പറയില്ല, യെസ്സും പറയില്ല, നോയും പറയില്ല, ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനൊരു മടിയുണ്ടാവും. അതുപോലെ രണ്ടാമത്തെ കാര്യം, ചില നേരം വിശ്വസിക്കും, ചില നേരം വിശ്വസിക്കില്ല. മൂന്നാമത്തെ കാര്യം, ചില ആളുകൾ വളരെ പ്രകടമായിട്ട് തന്നെ നോ എന്ന് പറയും. ഇപ്പോൾ ചില വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നവരൊക്കെ ഇല്ലേ, അല്ല നല്ല കാറ്റഗിസം ഫോർമേഷനൊക്കെ നടത്തി, പക്ഷെ ഒരു തെറ്റായ പ്രണയബന്ധത്തിലൂടെ വിശ്വാസ ജീവിതം പിന്നീട് മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നവരൊക്കെ ഇല്ലേ. അപ്പോൾ അവർ വളരെ ഡയറക്റ്റായിട്ട് തന്നെ നോ എന്ന് പറയും. നോ, ഞാൻ ഇനി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോയാം, അങ്ങനെ പറയും. ചില ആളുകൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കും, അറിയില്ല എന്ന് പറയും. എല്ലാം അറിയാം, ഒന്നും അറിയില്ല. മറ്റേ ആദ്യത്തെ ആളുകൾ മിണ്ടാതെ നിൽക്കും, അവസാനത്തെ ആൾ അറിയില്ല എന്ന് പറയും. എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയും, ഞാനൊന്നിനും മറുപടി പറയുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇത് നമ്മളൊന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒന്നാം വായനയിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തിയും അതെ എന്ന് പറയണം, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക, അതെ എന്ന് പറയണം. കാരണം യേശുക്രിസ്തു അതെ എന്ന് പറഞ്ഞയാളാണ്. അത് നടപടി പുസ്തകം, ഈ കൊരിന്തോസാർക്ക് എഴുതിയ ലേഖനം, 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കിടയിൽ ഞാനും സിൽവാനോസും തിമോത്തിയോസും പ്രസംഗിച്ച ദേവപുത്രനായ യേശുക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു. കാരണം ഈശോ ഏറ്റെടുത്ത ദൗത്യമുണ്ടല്ലോ, പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം, അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു. മരണം വരെ. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കിപ്പോൾ പറ്റില്ല പിതാവേ എന്ന് പറഞ്ഞ് ഈശോ അത് നിർത്തിയില്ല. ഈശോ തുടങ്ങി വെച്ച ദൗത്യം. അപ്പോൾ എപ്പോഴും അതേ തന്നെയായിരുന്നു. അതാണ് എപ്പോഴോ നമ്മൾ ആരംഭിച്ച നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ അതെ കർത്താവേ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ കർത്താവിനെ വിളിക്കുന്നവരാണോ? ഇത് ഏലിയ പ്രവാചകൻ്റെ കാലത്ത്, അത് 1-ാമത്തെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 18-ാം അധ്യായത്തിലാണ്. അത് ഏലിയ ജനത്തെ സമീപിച്ച് 21-ാമത്തെ വാക്യത്തിൽ, 1 രാജാക്കന്മാർ 18:21, ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ഈ ഒരു ചോയ്സാണ്. കർത്താവിനെ അനുഗമിക്കുക അല്ലെങ്കിൽ ബാലിൻ്റെ പുറകെ, അന്യദേവൻ്റെ പുറകെ പോവുക. അപ്പം ജനം, അതിൻ്റെ അവസാനം പറയുന്ന ജനം ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾക്കിത് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഒന്നും പറയുന്നില്ല. അതാണ് ഈ മൗനം, അതൊരു പ്രശ്നമാണ്. ഒന്നും പറഞ്ഞില്ല. പിന്നീട് ബാലിൻ്റെ പ്രവാചകന്മാർ ബാൽദേവന് ബലിയർപ്പിക്കുന്നു, അത് സ്വീകൃതമായില്ല. അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ ഊഴമായി, ഏലിയ പ്രവാചകൻ ഒരു ബെറ്റ് വയ്ക്കുന്നതിൻ്റെ ഫലമായി 2-ാമത്തെ ഊഴം ഏലിയ പ്രവാചകൻ ബലിയർപ്പിക്കുകയാണ്. ബലിയർപ്പിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലി സ്വീകരിക്കുകയാണ്. ബലി സ്വീകരിച്ചു കഴിയുമ്പോൾ അത് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 39-ാമത്തെ വാക്യം, ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം. ഇതാണ് ഇത്. അപ്പോൾ ഒരു മറുപടിയായി, അവർക്കൊരു അനുഭവം വന്നപ്പോൾ അവർ മറുപടിയായി. നമ്മുടെ ചോദ്യം, നമുക്ക് അനുഭവങ്ങളുണ്ട്, കർത്താവ് രക്ഷിച്ച അനുഭവങ്ങളുണ്ട്, കർത്താവ് കൂടെയുള്ള അനുഭവങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ യെസ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ യെസ് ഓർ നോ പറയുകയാണ്, അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലേ.
കർത്താവ് ഞാൻ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടോ? ഉറപ്പിച്ച് പറയുന്നുണ്ടോ? ഇത് ചില ആളുകൾ നോ എന്ന് പറയും. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ അങ്ങനെ സ്നാപക യോഹന്നാൻ മാമോദീസ കൊടുക്കുകയാണ്. അപ്പം സാമാന്യ ജനം, ചുങ്കക്കാരും പാപികളും വന്ന് മാമോദീസ സ്വീകരിക്കും. പക്ഷേ ഫരിസേയരും ചുങ്കക്കാരും, ഫരിസേയരും നിയമജ്ഞരും, പാപികളും ചുങ്കക്കാരും വന്ന് മാമോദീസ സ്വീകരിക്കും. പക്ഷെ ഫരിസേയരും നിയമജ്ഞരും അവർ ഈ സ്നാപക യോഹന്നാൻ മാമോദീസ കൊടുക്കുന്നത് അത് നോക്കി നിന്നിട്ട് പോരും. അവർ സ്വീകരിക്കില്ല. അതിനെക്കുറിച്ച് പറയുന്നത് ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. അവർ നോ എന്ന് പറയാൻ. പിന്നീട് അവരോട് ചോദിക്കുന്നുണ്ട്, ഈശോയോട് ചോദിക്കും, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഈശോയോട് അവർ ചോദിക്കും. അപ്പോൾ ഈശോ മറു ചോദ്യം ചോദിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം. ചോദ്യം ഇതായിരുന്നു, അവർ യോഹന്നാന്റെ മാമോദീസ സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണ് യോഹന്നാന്റെ മാമോദീസ സ്വീകരിക്കാറുന്നത്? അല്ലെങ്കിൽ യോഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് ഈശോ ചോദിച്ച ചോദ്യം. അപ്പം അവർ മാമോദീസ സ്വീകരിക്കാതിരുന്നത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനൊരു ചോദ്യം വരും, പിന്നെന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് വരും. ഇനി മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. കാരണം സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനായി ജനം കരുതിയിരുന്നു. അപ്പോൾ അവരെന്ത് പറയും? അവർ മറുപടി പറയും, അത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറയും. അത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 27-ാം വാക്യമാണ്. മറ്റു സുവിശേഷങ്ങളിൽ ഇത് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറയും. ഞങ്ങൾക്കറിഞ്ഞുകൂടാ. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയാണ്. കർത്താവിന് വേണ്ടി യെസ് പറയണം. യെസ് പറയുമ്പോഴാണ് അനുഗ്രഹമാകുന്നത്. നമ്മൾ ബൈബിളിലും മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, യെസ് ഞാൻ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ മറിയത്തെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുകയാണ്, മാതാവെന്ന് വിളിക്കുകയാണ്. മറിയത്തെ വിശ്വാസികളുടെ മാതാവെന്ന് വിളിക്കുന്നു. അതുപോലെ പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ കണക്കാക്കുന്നുണ്ട്. അബ്രഹാം തൻ്റെ ദൈവത്തിന് മുമ്പിൽ വളരെയധികം വിശ്വസ്തനായി നിലകൊണ്ടു. അതുകൊണ്ടാണ് ഇസാക്കിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും, എനിക്ക് വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞല്ലേ, ഞാൻ ചെയ്യില്ല. അങ്ങനെയല്ല, ഞാൻ തയ്യാറാണ് ബലിയർപ്പിക്കാനായിട്ട് പോകുന്നത്. അതൊക്കെ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാത്തെ കണക്കാക്കുന്നത്. വിശ്വാസം അങ്ങേയറ്റം വിശ്വാസം. ഒരു പ്രശ്നത്തിന് മുൻപിലും വിശ്വാസത്തിൽ വ്യതിചലനമില്ല. വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നില്ല. യെസ് എന്ന് തന്നെ, യെസ്, അവസാനം വരെ യെസ് എന്ന് തന്നെയാണ് അബ്രഹാം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ യെസ് പറയുന്നവരുടെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. അപ്പം ഇത് കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൽ അവസാനം പറയുന്നത് ഇപ്രകാരമാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. മാമോദീസ തന്ന് ക്രിസ്തുവിൻ്റെ മക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അതിലൊരു മാറ്റമില്ല. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനൊരു മാറ്റമില്ല. ആ അഭിഷേകം തന്നിരിക്കുന്ന ദൈവമാണ്. അതിനൊരു അച്ചാരം പോലെ ഇന്നത്തെ വായനയുടെ അവസാനം അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ഈ അച്ചാരം എന്ന വാക്ക് അതിൻ്റെ ഗ്രീക്ക് മൂലപദം അറബോൺ എന്നാണ്. അറബോൺ അതിൻ്റെ അർത്ഥം പകിടി കൊടുക്കുക എന്നാണ്. പകിടി കൊടുക്കുക, അതായത് നമ്മളെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് തന്നെ പകിടി തരുന്നു. ദൈവത്തിന് നമ്മളെ വേണം. മാമോദീസയിലൂടെ കൂദാശകളിലൂടെ ഒക്കെ ദൈവം നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് സാധാരണ ഓണർക്കാണ് പകിടി കൊടുക്കുക. ഇത് നമ്മുടെ ഓണർ ദൈവമല്ലേ. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അഭിഷേകം വിറ്റ് കളയുന്നു പലപ്പോഴും. കർത്താവിൻ്റെ മുമ്പിൽ യെസ് പറയേണ്ട നേരത്ത് യെസ് ഓർ നോ പറഞ്ഞ് ചാഞ്ചാടി നിന്ന്, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ സേഫായിട്ട് വളരെ ന്യൂട്രലായിട്ടൊക്കെ നിന്ന് നമ്മൾ ഈ അഭിഷേകം പതുക്കെ വിറ്റ് കളയാണ്. ഇത് തിരുഹൃദയമാസമാണ്. ഇന്നത്തെ
വായനയിലും പറയുന്ന ഒരു കാര്യമാണ് 2 കൊരിന്തോസ് 1:20. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഇത് തിരുഹൃദയ മാസമല്ലേ? തിരുഹൃദയ മാസത്തിൽ വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് 12 വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. 12 വാഗ്ദാനങ്ങൾ. അതിൽ ചിലത് പെട്ടെന്ന് ശ്രദ്ധിക്കാവുന്ന 2-3 വാഗ്ദാനം. ഒന്നാമത്തെ വാഗ്ദാനം ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹം നൽകും. നിന്റെ ജീവിതാന്തസ് എന്താ? കത്തോലിക്ക വിശ്വാസി എന്ന ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകും. രണ്ടാമത്തെ വാഗ്ദാനം കുടുംബസമാധാനം നൽകും. കുടുംബസമാധാനം ഉണ്ടാകും. മൂന്നാമത്തെ വാഗ്ദാനം ക്ലേശങ്ങളിൽ ആശ്വാസം ലഭിക്കും. ഇതിൽ 5-ാമത്തെ വാഗ്ദാനം പരിശ്രമങ്ങളെ അനുഗ്രഹിക്കും. നീ ഇപ്പം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വളർത്തിയാലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. 7-ാമത്തെ വാഗ്ദാനം ഇതാണ്. മന്ദഭക്തർ, അതായത് യെസ് ഓർ നോ ഒക്കെ പറഞ്ഞു നിൽക്കുന്നവരെ യെസ് പറയിപ്പിക്കുന്നവരാക്കി മാറ്റും. അതാണ് തിരുഹൃദയ ഭക്തി. ഇനി 9-ാമത്തെ വാഗ്ദാനം വളരെ സുന്ദരമാണ്. തിരുഹൃദയ രൂപം, ഫോട്ടോ, ആ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കും. പ്രത്യേകമായി. ഇത് വാഗ്ദാനമാണല്ലോ. ദൈവം മർഗരീത്ത മറിയത്തിന് കൊടുത്ത വാഗ്ദാനമാണ്. ഒന്ന് കേട്ടെ, 2 കൊരിന്തോസ് 1:20. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു കൂട്ടരെ കണ്ടു. അവർ മലയാളികളല്ല. അവർ കുറച്ച് ചരടുമായിട്ട് വന്നു. അപ്പം എന്തിനാണ് ഈ ചരട്? കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് ചരട്. ഈ ചരട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു മരത്തെ കൊണ്ടുപോയി കെട്ടുമെന്ന് പറഞ്ഞു. മരമാണോ ദൈവം? ഇവിടെ വല്ല ദിവ്യവൃക്ഷങ്ങളുണ്ടോ മരത്തിൽ കൊണ്ടുപോയി കെട്ടാൻ? മരത്തിൽ കൊണ്ടുപോയി കെട്ടിയാൽ കല്യാണം നടക്കാൻ ഇതെന്ത് സ്ഥലമാണിത്? ഇതൊരു ദൈവത്തിൻ്റെ മേഖലയല്ലേ? അപ്പോൾ ദൈവത്തെയല്ലേ ആശ്രയിക്കേണ്ടത്? ഈ കുടുംബം ഒരുപക്ഷെ തിരുഹൃദയ രൂപം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരാകാം. കുറച്ചു നേരം ഈശോയോടുള്ള സ്നേഹം, തിരുഹൃദയ രൂപമൊക്കെ വെച്ചിരിക്കുന്നു. പക്ഷേ കുറുക്കു വഴികൾ തേടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. മറ്റു പല കാര്യങ്ങളോടാണ് അവർ കൂറ് പുലർത്തുന്നത്. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം. നിങ്ങൾ അതേ എന്ന് പറയുന്നുണ്ടോ ദൈവത്തിൻ്റെ കാര്യത്തിൽ? അതേ കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ലൊടുക്ക് കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? ചരട് കെട്ടാനും താഴ്ത്തു പൂട്ടാനും, അതുപോലെ തന്നെ ഒരു മരത്തിൽ ഇങ്ങനെ തൂവാല കൊണ്ട് കെട്ടിയാൽ കുട്ടിയുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ദുരാചാരങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തോട് യെസ് എന്ന് പറയാത്തത്? ദൈവം നിന്നെ കുരിശിൽ മരിച്ച് രക്ഷിച്ചിട്ട് നിന്നെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി അഭിഷേകം ചെയ്തിട്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്നെ എനിക്ക് വേണമടാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് അതിൻ്റെ പകുതി പരിശുദ്ധാത്മാവിനെ തന്നിട്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും അഭിഷേകത്തെയും നീ ദുരാചാരങ്ങൾക്ക് വേണ്ടി വിറ്റുകളഞ്ഞിട്ട് നീ പിന്നെയും കർത്താവിൻ്റെ പുറകെ നടക്കുന്നു. നിന്റെ അഭിഷേകത്തെ നീ പല കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ നിസ്സാരമായിട്ട് ചോർത്തിക്കളഞ്ഞു. ഇല്ല, ഒരു മകന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കാശ് മുടക്കിയിട്ട് അവൻ പഠിക്കാൻ പോകുന്നില്ലെങ്കിൽ ആ ക്യാഷ് പാടല്ലേ? അപ്പൊ അപ്പനുണ്ടാകുന്ന സങ്കടം പോലെയാണ്. സകല വാഗ്ദാനങ്ങളും തന്ന്, അഭിഷേകം തന്ന്, അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റിയിട്ട് നിനക്ക് ദൈവം തൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട അതിൻ്റെ വില മനസ്സിലാക്കാതെ, ഇതിൻ്റെ പ്രൗഢി മനസ്സിലാക്കാതെ, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അന്തസ്സ് മനസ്സിലാക്കാതെ ഇതൊക്കെ പാഴാക്കി കളഞ്ഞ് ലൊടുക്ക് കാര്യങ്ങൾക്ക് പോയാൽ നീ യെസ് ആണോ പറയുന്നത്? പിന്നെ എങ്ങനെ കർത്താവ് കൂടെ നിൽക്കാനാണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസിച്ച. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ ഉറ കെട്ടുപോകരുത്. നീ പ്രകാശമായിട്ട് തന്നെ നിൽക്കണം. നിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഈ വിശ്വാസം പോയി, അഭിഷേകമൊക്കെ പോയി ഇങ്ങനെ ഉറകെട്ടുപോയ ഉപ്പ് പോലെ ജീവിച്ചിട്ട് എന്തെടുക്കാനാണ്? അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യെസ് പറയാൻ നീ തയ്യാറാകും. ദൈവത്തിൻ്റെ മുമ്പിൽ ഈശോ
യെസ് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ മറിയം യെസ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ സഹകരിച്ച് വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അനുസരണത്തിൻ്റെ നിറകുടങ്ങളായി ഈശോയും മാതാവും ഒക്കെ നിൽക്കുമ്പോൾ, നിനക്ക് അവരെക്കാളും അത്രയും നമുക്ക് ദൈവത്തിന് മുമ്പിൽ എന്ത് വിലയുണ്ട്? നമുക്ക് പാപികളല്ലേ, നമ്മൾ പാപികളല്ലേ. അപ്പം നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിധേയപ്പെട്ടും അനുസരണപ്പെട്ടും നിൽക്കണം. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കതിനുള്ള കൃപ നൽകണമേ. ഈ തീർത്ഥാടനം വഴി ഒത്തിരി ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ യെസ് പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം, പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം. പുണ്യപ്പൂക്കാലമായി യേശുവൻ നരികേ, ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കരുണയോടെ കടാക്ഷിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണവും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനവുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹാരാജ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ
ക്ഷമിക്കാൻ പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുകയും നേരായവയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ.
പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. യേശുവിനമ്മേ മാതാവേ അരുമസുത